എന്നെ ഒന്നും ചെയ്യരുത്. അവൾ അയാളുടെ കൈ തട്ടി മാറ്റി പിടിഞ്ഞുകൊണ്ട് പറഞ്ഞു. അടങ്ങി കിടക്കെൻ്റെ പെണ്ണെ. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് മറ്റൊരു രൂപം കൂടി അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു. അത് രമേശിൻ്റെ ആയിരുന്നു. എത്ര നാളായെന്നോ നിന്നോട് ഞങ്ങൾക്ക് കൊതി തോന്നിയിട്ട്. അതും പറഞ്ഞ് അയാളും അവളുടെ അരികിലേക്ക് കിടന്നു. ദയവ് ചെയ്ത് എന്നെ, അവൾക്ക് പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയും മുൻപ് രഘു അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്തു. രമേശൻ അവളുടെ ടോപ്പ് വലിച്ചു കയറി ദൂരേക്ക് എറിഞ്ഞു. ആ ഭദ്ര, ഭദ്ര, ഏയ്! ടോണി ഭദ്രയുടെ കവിളിൽ തട്ടി വിളിച്ചു. ഭദ്ര ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. ഒപ്പം ശ്വാസം ആഞ്ഞു വലിച്ചു. മോളെ! ഷീലയും അവളുടെ കയ്യിലൊന്ന് തട്ടി. ഭദ്ര ഞൊടിയിടയിൽ ബെഡിൽ എഴുന്നേറ്റിരുന്ന് ചുറ്റും നോക്കി. അവളുടെ മുന്നിലായി ഷീലയും രാജിയും നിൽപ്പുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൾ വെപ്രാളത്തോടെ ദേഹത്തേക്ക് നോക്കി. ഡ്രസ്സുണ്ടെന്ന് കണ്ടതും അവൾ അത് കൂട്ടിപ്പിടിച്ചു. ശരിക്കും ഡ്രസ്സുണ്ടോ എന്ന് അവൾ ഒന്നുകൂടെ നോക്കി. പിന്നെ കൈകൊണ്ട് ചുണ്ടുകൾ അമർത്തി തുടച്ചു. വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരുന്നു. ആ റൂമിലുണ്ടായിരുന്നവർ അവളുടെ ഓരോ പ്രവൃത്തികളും നെറ്റി തുളിച്ച് നോക്കി. ഭദ്ര, ആർ യു ഓൾ റൈറ്റ്? ടോണി അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു. അവൾ കിതപ്പോടെ അവനെ നോക്കി. ശേഷം രണ്ട് കൈകൊണ്ട് മുഖം പൊത്തി തല കുനിച്ചിരുന്നു. ദുസ്വപ്നം കണ്ടതാണോ? ഷീല അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഭദ്ര തല ഉയർത്തിയില്ല. ഡി! പെട്ടെന്ന് ആ റൂമിൽ അർജുൻ്റെ സ്വരം മുഴങ്ങി. ഭദ്ര ഞെട്ടലോടെ തലയുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒപ്പം മുഖമാകെ ചുമന്ന വിയർപ്പ് തുള്ളികളും അവളുടെ മുഖത്തും കഴുത്തിലും ആകെ പറ്റിപ്പിടിച്ചിരുന്നു. അവളുടെ ഉയർന്നു താഴുന്ന മാരടങ്ങൾ അവളുടെ ദ്രുതഗതിയിൽ മിടിക്കുന്ന ഹൃദയത്തെ കാണിച്ചു കൊടുത്തു. അവളുടെ പേടിച്ചേറേണ്ടതുപോലെയുള്ള മുഖം കാണേ അവളുടെ അടുത്തേക്ക് ചെല്ലാനും അവളെ ചേർത്ത് പിടിക്കാനും അവൻ്റെ മനസ്സിൽ തോന്നിയെങ്കിലും സ്വയം നിയന്ത്രിച്ച് അവൻ കണ്ണും നടച്ചു തുറന്നു. എന്താ? അവൻ അവളെ നോക്കി ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. ഭദ്ര വേഗം തന്നെ കൈകൊണ്ട് മുഖം അമർത്തി തുടച്ച് ശ്വാസം ഒന്ന് എടുത്തു വിട്ടുകൊണ്ട് അവനെ നോക്കി ഒന്നുമില്ല എന്ന് തലയനക്കി. ഷീല അപ്പോഴേക്കും അവൾക്ക് നേരെ ഒരു ഗ്ലാസ് വെള്ളം നീട്ടി. ഭദ്ര വിറയാർന്ന കണ്ണാലെ ആ ഗ്ലാസ് കയ്യിൽ വാങ്ങി. ഉടൽ വിറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഗ്ലാസ്സിലെ വെള്ളവും തുളുമ്പി അവളുടെ മടിയിലേക്കും മറ്റും വീണു. അത് കണ്ട് ഷീല ആ ഗ്ലാസ്സിനടിയിൽ പിടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്തു. ഭദ്ര കുറച്ച് വെള്ളം കഷ്ടപ്പെട്ടിറക്കി. എന്ത് സ്വപ്നമാണ് കണ്ടത്? രാജി ഭദ്രയെ നോക്കി ചോദിച്ചു. അത് കേൾക്കി അവളുടെ മുഖം വിളറി വെളുക്കുന്നത് അർജുൻ ശ്രദ്ധിച്ചു. നീ ഓക്കെ ആണോ? അർജുൻ അവളെ നോക്കി ചോദിച്ചു. ആ സ്വരത്തിൽ അല്പം കരുതൽ നിറഞ്ഞിരുന്നു. ഭദ്ര പതിയെ മൂളി തല താഴ്ത്തിയിരുന്നു. അർജുൻ കുറച്ചു നേരം അവളെ തന്നെ നോക്കി നിന്നു. അവളെന്തോ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടതാണെന്ന് അവന് മനസ്സിലായി. ആ സ്വപ്നത്തിൽ നിന്നും അതിൻ്റെ നടുക്കത്തിൽ നിന്നും അവൾ പുറത്തേക്ക് വന്നിട്ടില്ല എന്നും അവൻ മനസ്സിലായി. നിങ്ങൾ മൂന്നോ പുറത്തേക്ക് ഇറങ്ങിക്കേ, അർജുൻ ഗൗരവത്തിൽ തന്നെ ടോണിയോടും സെർവൻസിനോടുമായി പറഞ്ഞു. അവർ എല്ലാം പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഭദ്ര ഭയത്തോടെ അവനെയും പുറത്തേക്ക് പോകുന്നവരെ നോക്കി. അർജുൻ അകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ തല താഴ്ത്തിയിരുന്ന് കൈ രണ്ടും ചുരുട്ടി പിടിച്ചിരുന്നു. അർജുൻ ബെഡിലേക്ക് വന്നിരുന്ന് അവളെ നോക്കി. അവൻ തൻ്റെ ശരീരം ആഗ്രഹിച്ചായിരിക്കും വന്നിരിക്കുക എന്ന് അവൾക്ക് തോന്നി. കണ്ട സ്വപ്നത്തിൻ്റെ പിടിയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല. രഘുവും രമേശനും തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച ഓരോരോ ദൃശ്യങ്ങൾ വീണ്ടും മനസ്സിൽ തെളിഞ്ഞു. അത് യാഥാർത്ഥ്യമല്ല, പകരം സ്വപ്നമാണെന്ന് അവൾക്ക് അപ്പോഴും വിശ്വസിക്കാനായില്ല. അവരുടെ കൈകൾ ശരീരത്തിൽ അലിയുന്നത് പോലെയും ചുണ്ടുകൾ പൊതിയുന്നത് പോലെയും ഒക്കെ തോന്നിയതും അവളുടെ ശരീരം ചുട്ടുപൊള്ളി. കൈകാലുകൾ ചുരുട്ടി, പല്ലുകൾ കടിച്ച്, കണ്ണുകൾ ഇറുകെ മൂടി. പെട്ടെന്നാണ് അവളുടെ അരയിലൂടെ ഒരു കൈ ചുറ്റി വരുന്നത്. ഒപ്പം അവൾ മറ്റൊരു ഉടലിലേക്ക് ചേരുകയും ചെയ്തു. ഭദ്ര ഒരു ഉൾക്കിടലത്തോടെ കണ്ണുകൾ വലിച്ചു തുറന്നതും കണ്ടത് വെളുത്ത കഴുത്തിടക്കാണ്. അരയിലിരുന്ന കൈ ഒന്നുകൂടെ മുറുകി. ആ ആൺശരീരത്തിൻ്റെ ചൂടും മണവും അവൾക്ക് മറ്റെന്തിനേക്കാളും സുപരിചിതമായിരുന്നു. അവളുടെ ശരീരം വിറകൊള്ളുന്നത് അവൻ അറിഞ്ഞു. അവൾ പതിയെ മിഴികൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. ആ നോട്ടം കാണെ അവൻ്റെ നെഞ്ചിൻ്റെ പിടപ്പ് ഒരു നിമിഷം ഒന്ന് നിന്നുപോയി. അവൻ്റെ കണ്ണുമായി കണ്ണുകൊരുത്തതും അവൾ പിടച്ചിലോടെ മിഴികൾ താഴ്ത്തി. ഒപ്പം അവൻ്റെ ശരീരത്തിനോട് ചേർന്നാണ് ബോധം തൻ്റെ ശരീരമുള്ളതെന്ന ബോധം വരികെ അവൾ അകന്നു മാറാൻ തുനിഞ്ഞു. അവൻ അതിനെ സമ്മതിക്കാതെ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അവളുടെ മാരടങ്ങൾ അവൻ്റെ ദേഹത്തമർന്നു. അവൾ വീണ്ടും അകന്നു മാറാൻ ശ്രമിച്ചതും അവൻ അവളുടെ അരയിൽ കൈകൾ അമർത്തി. അവളിൽ നിന്ന് വേദനയോടെ ഒരു സ്വരം പുറത്തേക്ക് വന്നു. വെറുതെ ഇരുന്ന് പിടയരുത്, എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കരുത്. അവൻ പല്ലെറിമിക്കൊണ്ട് അവളുടെ ചെവിക്കരികിലേക്ക് ചുണ്ടടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഭദ്ര പേടിയോടെ അവനെ തലയുയർത്തി നോക്കി. ഞാൻ പിടിക്കുന്നിടത്ത് നിൽക്കണം നീ, ഇപ്പോൾ മാത്രമല്ല ഇനി അങ്ങോട്ടെന്നും. അവളുടെ മുഖത്തേക്ക് നോക്കി അല്പം ദൃഢതയാർന്ന സ്വരത്തിൽ അവൻ പറഞ്ഞു. അവളൊന്നും പറയാൻ ആകാതെ മുഖം താഴ്ത്താൻ ഒരുങ്ങിയ നേരം അവൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖം കുറച്ചുകൂടി ഉയർത്തി. അവൾ അവരുടെ ശരീരങ്ങൾ തമ്മിൽ അല്പം അകലമിടാനായി അവൻ്റെ നെഞ്ചിൽ കൈയമർത്തി അവനെ പതിയെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അത് പാഴാക്കുക മാത്രമല്ല, അവൻ പെട്ടെന്ന് അവളുടെ ചുണ്ടുകൾ കടിച്ചെടുക്കുക കൂടി ചെയ്തു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൻ അവളുടെ കീഴ്ചുണ്ടും മേൽചുണ്ടും ചുണ്ടുകളാൽ പൊതിഞ്ഞു. ശേഷം ഓരോന്നായി നുണഞ്ഞെടുത്തു. അവൻ്റെ നെഞ്ചിലിരുന്ന അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിനെ ചുരുട്ടിപ്പിടിച്ചു. അവൾ ഒന്നുകൂടെ അകന്നു മാറാൻ ഒരു പാഴ്ശ്രമം നടത്തി. എന്നാൽ അവൻ അതിന് സമ്മതിക്കാതെ അവളുടെ പിൻകഴുത്തിൽ കൈചുറ്റി അവളുടെ മുഖം കുറച്ചുകൂടി മുഖത്തോടടുപ്പിച്ചു. അവൻ ഏറെ നേരം അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു.
ഇടയ്ക്കെപ്പോഴോ പല്ലുകളും അവൻ അവളുടെ കീഴ്ചുണ്ടിൽ ആഴ്ന്നിറക്കി. അവളിൽ നിന്നൊരു മുള ഉയർന്നു. അതവനെ കൂടുതൽ ആവേശത്തിലാക്കി. അവൻ പതിയെ അവളെയും കൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു. അവളുടെ മേലേക്ക് അമർന്ന് അവളുടെ ചുണ്ടുകളെ അവൻ ചപ്പി വലിച്ചു. വായിൽ ഇരുമ്പുചുവ കലർന്നിട്ടും അവൻ അവളെ വിട്ടില്ല. ശ്വാസം കിട്ടാതെ ഭദ്ര പിടഞ്ഞു. അവളുടെ കൈകൾ ഉയർന്ന് അവൻ്റെ കഴുത്തിൽ പോറൽ ഏൽപ്പിച്ചപ്പോഴാണ് അവൻ അവളുടെ ചുണ്ടുകളിൽ നിന്ന് ചുണ്ടകറ്റിയത്. ഭദ്ര ആഞ്ഞു ശ്വാസം വലിച്ചു. അവൾ അറിയാതെ തന്നെ അവൾ അവനെ തുറച്ചു നോക്കിപ്പോയി. അവളുടെ ആ നോട്ടം അവനും ആഞ്ഞു ശ്വാസം വലിക്കുന്നതിനിടയിൽ കണ്ടു. അവൻ്റെ മുഖം ഒന്ന് വിടർന്നു. അവൻ അവളെ നോക്കി തന്നെ കിടന്നു. അവളും അവൻ്റെ നോട്ടത്തിൽ അടിമപ്പെട്ടതുപോലെ കിടന്നുപോയി. അർജുൻ വീണ്ടും മുഖം താഴ്ത്തി അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി. അവൻ അവളുടെ ചുണ്ടുകൾ എത്ര നുഴഞ്ഞിട്ടും മതിയാകാത്തതുപോലെ തോന്നി. അതിനേരമാണ് ഡോറിൽ തട്ട് കേട്ടത്. അസ്വസ്ഥതയോടെ അവൻ വീണ്ടും അവളുടെ ചുണ്ടുകളെ വിട്ടതും അവൾ മുഖം വെട്ടിച്ചു കിടന്നു. അപ്പോഴാണ് അവൻ അവളുടെ കവിളിലെ അടി കൊണ്ട പാട് കാണുന്നത്. രാവിലെ കൂടി അവളെ നോക്കിയപ്പോൾ ആ പാടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം താൻ തല്ലിയ പാടൊക്കെ അവളുടെ കവിളിൽ നിന്ന് മാഞ്ഞിരുന്നു എന്ന് അവൻ ഓർത്തു. അവൻ കൈ ഉയർത്തി അവളുടെ കവിളിൽ വെച്ചു. ഭദ്ര പിടപ്പോടെ അവനെ നോക്കി അവന് നേരെ മുഖം തിരിച്ചു. ഇതാര് തല്ലിയതാണ്? അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവൻ്റെ മുഖം കടുത്തിരുന്നു. അവൾ എന്തു പറയണമെന്നറിയാതെ കണ്ണുകൾ ചുറ്റുമൊന്ന് ഓടിച്ചു. ചോദിച്ചത് കേട്ടില്ലേ നീ? അവൻ പല്ലിറമ്മി. അവളൊന്ന് വിറച്ചുപോയി. മാമി, അവൾ പതിയെ പറഞ്ഞു. എന്തിന്? അവൻ പുരുകം പൊന്തിച്ചുകൊണ്ട് ചോദിച്ചു. അത് കുടുംബപരമായ കാര്യമാണ്. അവൾ അവനെ നോക്കാതെ പതിയെ പറഞ്ഞു. അവൻ അവളെ നോക്കിയതല്ലാതെ വീണ്ടും ഒന്നും ചോദിച്ചില്ല. വീണ്ടും ഡോറ് തട്ട് കേട്ടതിനൊപ്പം ടോണിയുടെ സാർവിളിയും അവരെ തേടിയെത്തി. അർജുൻ പതിയെ ഭദ്രയുടെ മേലിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഡോറിന് നേർക്ക് നടന്നു. ഡോർ തുറക്കും മുൻപ് അവനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഉലഞ്ഞുപോയ ഡ്രസ്സ് പിടിച്ച് നേരെയിടുകയും മുഖത്തും കഴുത്തിലും പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്ന ഭദ്രയാണ്. അവൻ ഡോർ തുറന്നു. മുന്നിൽ തന്നെ ടോണി നിൽപ്പുണ്ടായിരുന്നു. സാർ, ശില്പ മേഡം വിളിച്ചിരുന്നു. ടോണി അർജുനൻ ഫോൺ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അതിന്? പിന്നെ തിരിച്ചു വിളിക്കാൻ എനിക്കറിയാം ടോണി, അർജുൻ ദേഷ്യത്തിൽ പറഞ്ഞു. എന്തുകൊണ്ടോ അവന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സോറി സാർ, പക്ഷെ തുടർച്ചയായി മേഡം വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അതുതന്നെയല്ല, ഇതിനു മുമ്പ് സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ശില്പ മേഡത്തിൻ്റെ കോളാണെങ്കിൽ എപ്പോഴായാലും സാറിനെ കൊണ്ടുവന്ന് ഫോൺ ഏൽപ്പിക്കണമെന്ന്. ടോണി അർജുനെ നോക്കി പറഞ്ഞു. അത് കേൾക്കെ അർജുൻ നിശബ്ദനായി. അവൻ തല ചിരിച്ച് ഭദ്രയെ നോക്കി. അവരെ തന്നെ നോക്കി സംശയത്തോടെ ഇരിക്കുകയാണവൾ. താൻ നോക്കുന്നത് കണ്ടതും പേടിയോടെ അവൾ തല താഴ്ത്തുന്നതും അവൻ ശ്രദ്ധിച്ചു. അവൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛ ചിരി വിരിഞ്ഞു. ശേഷം ടോണിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അവൻ അവിടെ നിന്ന് പോയി. അവന് പുറകെ ഭദ്രയെ ഒന്ന് നോക്കി ടോണിയും. ശില്പയോ? അവർ പോയെന്ന് മനസ്സിലായതും ഭദ്ര സംശയത്തോടെ പറഞ്ഞു. അവൾ ബെഡിന് സൈഡ് ടേബിളിൽ ഇരുന്ന ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് വേഗം കുടിച്ചു. പിന്നെ ഇട്ടിരുന്ന ടോപ്പ് ഉയർത്തി അവൾ മുഖമൊന്ന് ഒപ്പി ബെഡിലേക്ക് കിടന്നു. ലൈറ്റ് കെടുത്താൻ അവൾക്ക് തോന്നിയില്ല. അവളുടെ മനസ്സിൽ അർജുൻ്റെ ചുംബനവും അല്പനേരങ്ങൾക്ക് മുൻപ് കേട്ട ശില്പ എന്ന പേരും മാത്രം കുടുങ്ങിക്കിടന്നു. കുറച്ചു മുൻപ് അവളെ ഭയപ്പെടുത്തിയ സ്വപ്നം അവൻ്റെ ചുംബനത്തിലൂടെ അവൾ മറന്നുപോയിരുന്നു. അവൾ വിരലുകൾ കൊണ്ട് ചുണ്ടിലൂടെ ഒന്ന് തലോടി. കീഴ്ചുണ്ടിൽ വേദന എടുത്തപ്പോഴും വിരലുകളിൽ ചെറിയ ചോര കലർന്നതും അവൾക്ക് മനസ്സിലായി ചുണ്ട് മുറിഞ്ഞെന്ന്. അവൻ്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങിയത് അവൾ ഓർത്തു. അതോടൊപ്പം അവൻ്റെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടുകളെ വായിലാക്കി ചപ്പി വലിച്ചതും. ആ ഓർമ്മയിൽ തന്നെ അവളൊന്ന് വിറച്ചുപോയി. പൈസ തന്നതല്ലേ, അതിനുള്ളത് അയാൾ മുതലാക്കും, ഭദ്ര വിഷമത്തോടെ സ്വയം പറഞ്ഞു. അവളുടെ കണ്ണു നിറഞ്ഞു. പെട്ടെന്ന് റൂമിൽ കാൽപെരുമാറ്റം കേട്ടതും അവൾ പേടിയോടെ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ഷീലയാണെന്ന് കാണെ അവളൊന്ന് ആശ്വസിച്ചു. ഇന്ന് മേഡത്തിന് കൂട്ടിന് എന്നോട് കിടക്കാൻ പറഞ്ഞു അർജുൻ സാർ, ഷീല അവളെ നോക്കി പറഞ്ഞു. അത് കേൾക്കെ ഭദ്രയിൽ വീണ്ടും ആശ്വാസം നിറഞ്ഞു. ഷീല നിലത്തേക്ക് ഷീറ്റ് വിരിക്കുന്ന അവൾ കണ്ടു. ബെഡിൽ കിടന്നാൽ മതി ചേച്ചി, ഭദ്ര വെപ്രാളത്തോടെ പറഞ്ഞു. അയ്യോ അത് വേണ്ട മേഡം, ഞാൻ ഇവിടെ കിടന്നോളാം, ഷീല നിരസിച്ചു. വേണ്ട, ഇവിടെ കിടന്നു, ഭദ്ര വല്ലായ്മയോടെ അവർ നിലത്തേക്ക് കിടക്കാൻ പോകുന്നത് ഓർത്ത് പറഞ്ഞു. അവൾ പിന്നെയും നിർബന്ധിച്ചപ്പോൾ ഷീല പിന്നെ എതിര് പറയാതെ ഭദ്രയ്ക്കൊപ്പം ബെഡിലേക്ക് കിടന്നു. വല്ല പ്രേത സ്വപ്നമാണോ മേഡം കണ്ടത്? ഷീല ഇടയ്ക്കൊന്ന് ചോദിച്ചപ്പോഴാണ് അവൾ സ്വപ്നത്തെപ്പറ്റി ഓർക്കുന്നത്. അവൾ കണ്ണുമിഴിച്ച് കുറച്ചു നേരം അനങ്ങാതെ കിടന്നു. അവളുടെ മറുപടിയൊന്നുമില്ല എന്ന് കാണേ മുഖം കൊട്ടി ഷീല കണ്ണടച്ച് കിടന്നു. പ്രേതത്തേക്കാൾ പേടിക്കേണ്ടത് മനുഷ്യരെയാണ് ചേച്ചി, ഭദ്ര പതിയെ പറഞ്ഞു. ഷീലയിൽ നിന്ന് അനക്കമൊന്നുമില്ല എന്ന് കാണേ അവൾ തല തിരിച്ചു നോക്കി. അപ്പോഴാണ് അവർ ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായത്. ഉറങ്ങുന്ന അവരെ നോക്കിക്കിടക്കെ അവൾക്ക് അവളുടെ അമ്മയെ ഓർമ്മ വന്നു. ആ ഓർമ്മയിൽ അവളുടെ കണ്ണ് നിറഞ്ഞു. ഇതേ സമയം ശില്പയെ വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചുകൊണ്ട് പുറത്തെ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയാണ് അർജുൻ. നീ എന്താ അജു, ഞാൻ ഇത്രയും തവണ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞത്? ശില്പ ഈർഷ്യയോടെ ചോദിച്ചു. ശില്പ, ഡോണ്ട് ബി ചൈൽഡിഷ്, എനിക്ക് എൻ്റെതായ കുറേ തിരക്കുകളുണ്ട്. എപ്പോഴും നിന്നെ വിളിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല എനിക്ക്, അർജുൻ അമർഷത്തോടെ തന്നെ പറഞ്ഞു. അർജുൻ, നീ ഫോൺ എടുത്തിട്ട് ബിസിയാണെന്ന് പോലും എന്നോട് പറയാതിരുന്നപ്പോൾ, ഫോൺ എടുത്തില്ല എങ്കിൽ ബിസിയാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ്
എങ്കിലും നിനക്കുണ്ടാകണം. അർജുൻ പല്ലിറമ്മി. നീ നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് അജു? ശില്പ വിഷമത്തോടെ ചോദിച്ചു. അത് കണ്ടതും അവനൊന്ന് വിശ്വസിച്ചു. സോറി ശില്പ, ഞാൻ ആകെ തിരക്ക് പിടിച്ച് മൈൻഡ് ഡിസ്റ്റർബായിട്ട് നിൽക്കുമായിരുന്നു, അതാ. അർജുൻ നെറ്റി തടവിക്കൊണ്ട് പറഞ്ഞു. നീ ചൂടാകുമ്പോൾ എനിക്ക് എന്ത് സങ്കടമാകുന്നുണ്ടെന്നോ? ശില്പ മുഖത്ത് വിഷമം നിറച്ചുകൊണ്ട് പറഞ്ഞു. അർജുൻ ഫോണിൽ തെളിഞ്ഞു കാണുന്ന ശില്പയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നീ എന്തിനാ വിളിച്ചത്? അർജുൻ ചോദിച്ചു. അതെന്താ, എനിക്ക് നിന്നെ വിളിച്ചുകൂടെ? ശില്പ കുറച്ച് ദേഷ്യത്തെ തന്നെ ചോദിച്ചു. ഞാൻ കുറച്ച് തിരക്കുള്ള സമയമാണ്. ഞാനായിട്ട് നിന്നെ കാണാനും വിളിക്കാനും ശ്രമിച്ചോളാം എന്ന് ഇന്ന് പകലും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ശില്പ? അർജുൻ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. ഓ, അപ്പോൾ ഞാൻ വിളിക്കാനും കാണാനും ശ്രമിക്കേണ്ട. നീ എപ്പോൾ കാണാൻ വരും വിളിക്കും എന്നൊക്കെ നോക്കി ഞാൻ ഇരിക്കണമായിരിക്കും അല്ലേ? ശില്പ പല്ലിറമ്മിക്കൊണ്ട് ചോദിച്ചു. അർജുൻ അത് കേട്ട് അസ്വസ്ഥതയോടെ വീണ്ടും നെറ്റി തടവി. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് ശരിക്കും മനസ്സിലാകാഞ്ഞിട്ടാണോ, അതോ? നീ എന്നെ ഇനി കൂടുതൽ മനസ്സിലാക്കിപ്പിക്കാൻ നോക്കണ്ട. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് അജു. അവനെ പറയാൻ സമ്മതിക്കാതെ അവൾ വീണ്ടും പറഞ്ഞു. അല്ല, നിന്റെ കഴുത്തിലെന്താ? പെട്ടെന്ന് സ്ക്രീനിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് മുഖം ചുളിച്ച് അവൾ ചോദിച്ചു. അവൻ മനസ്സിലാകാതെ കഴുത്തിൽ കൈവച്ച് നെറ്റി ചുളിച്ചു. അവിടെയല്ല, ലെഫ്റ്റ് സൈഡിൽ. അവൾ വീണ്ടും സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. അവൻ ഫോണിലെ അവൻ്റെ രൂപം കാണുന്നിടം പ്രസ് ചെയ്ത് അത് വലുതാക്കി നോക്കി. അപ്പോൾ കണ്ടു കഴുത്തിലായി നീണ്ടു കിടക്കുന്ന പോറൽ. അവൻ അതിലൂടെ ഒന്ന് വിരലോടിച്ചു. അപ്പോഴാണ് ഭദ്രയെ കിസ് ചെയ്തു കൊണ്ടിരുന്നപ്പോൾ ശ്വാസം കിട്ടാതെ അവൾ പിടിച്ച് അള്ളിയതും നഖം കൊണ്ട് വരഞ്ഞതുമൊക്കെ അവൻ ഓർത്തത്. അവനെ തള്ളി മാറ്റിയ ശേഷം തൻ്റെ ശരീരത്തിന് കീഴെ കിടന്ന് കുതിച്ചുകൊണ്ട് അവനെ തുറച്ചു നോക്കിയതും അവൻ ഓർത്തു. അതോർക്കെ അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടൊന്ന് വിരിഞ്ഞു. അതെന്താ പറ്റിയത് അജു? നീ എന്താ ചിരിക്കുന്നത്? ശില്പ കണ്ണു ചുരുക്കി. അവൻ വേഗം തന്നെ അവളുടെ ഭാഗം ലാജാക്കി. ഇറ്റ്സ് നത്തിങ്. ഇടയ്ക്കൊന്ന് ചൊറിഞ്ഞപ്പോൾ പറ്റിയതാ. അവളെ നോക്കി അവനൊരു പതർച്ചയോടെ പറഞ്ഞു. ചൊറിഞ്ഞപ്പോൾ? അതിന് നിൻ്റെ വിരലിൽ നഖമില്ലല്ലോ. ശില്പ വിടാൻ ഭാവമില്ലാതെ വീണ്ടും ചോദിച്ചു. അതേ, ഇതിന് പെണ്ണ് വരഞ്ഞതാണോ അജു? ശില്പ പെട്ടെന്ന് തന്നെ ചോദിച്ചു. എനിക്കാരും മയക്കുമരുന്നൊന്നും കലക്കി തന്നിട്ടില്ല ശില്പ, എൻ്റെ ബോധം പോകാൻ. സ്വബോധത്തിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അർജുൻ പെട്ടെന്ന് പറഞ്ഞതും അത് ഏത് അർത്ഥത്തിലാണെന്ന് ശില്പയ്ക്ക് മനസ്സിലായി. അവളുടെ മുഖം ഒന്ന് വിളറി. അജു, നീ ഫോൺ വെച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. എൻ്റെ തിരക്കൊഴിയുന്ന മുറയ്ക്ക് ഞാൻ നിന്നെ വിളിക്കാം. അർജുൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അവൻ ഈർഷ്യയോടെ ഫോൺ മുമ്പിലേക്കുള്ള ഗ്ലാസ്സിലേക്ക് വെച്ചു. ഇതേ സമയം വല്ലാത്ത ദേഷ്യത്തിലും വാശിയിലും ഇരിക്കുമായിരുന്നു ശില്പ. അർജുൻ്റെ ഒഴിഞ്ഞുമാറ്റവും തന്നെ പരിഹസിച്ചുകൊണ്ടുള്ള സംസാരമൊക്കെ അവളെ ആകെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. അതുകൂടാതെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ താൻ പറഞ്ഞ കള്ളങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ എന്നൊരു ആശങ്കയും ഉയർന്നു. അവൾ വേഗം അക്ഷയുടെ ഫോണിലേക്ക് വിളിച്ചു. ആ, ഹലോ അക്ഷയ്. അവൻ ഫോൺ എടുത്തതും അവൾ വിളിച്ചു. ആ, പറ. അക്ഷയ് ഒരു കിതപ്പോടെ ചോദിച്ചു. ശില്പയുടെ നെറ്റി ചുളിഞ്ഞു. നീ എന്താ കിതയ്ക്കുന്നത്? നീ എവിടെയാ? ശില്പ വെപ്രാളത്തോടെ ചോദിച്ചു. ഞാൻ റൂമിലുണ്ട്. പിന്നെ കിതയ്ക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ? അവൻ കിതപ്പോടെ പറഞ്ഞു വന്നതൊന്ന് നിർത്തി. ശില്പ അവൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയാൻ ചെവി ഓർത്തു. ബേബി. അവൻ പറയുന്നത് കേട്ട് അവളുടെ കണ്ണ് മെഴിഞ്ഞു. നിന്നെ ഓർത്തുകൊണ്ട്, നിൻ്റെ ശരീരം ഓർത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ അവൻ വശ്യമായ സ്വരത്തോടെ അതോടൊപ്പം കിതപ്പോടെ പറഞ്ഞു. ശില്പയുടെ മുഖം രക്തവർണ്ണമായി. അവളൊന്ന് ഞെളിപിരി കൊണ്ടുപോയി. അക്ഷയ്. അവളും ഒന്ന് വിറച്ചുപോയി. നിൻ്റെ സ്വരം കേൾക്കുമ്പോൾ ഞാൻ കൂടുതൽ ഉണരുന്നു ബേബി. അവൻ വീണ്ടും പറഞ്ഞു. സ്റ്റോപ്പ് ഇറ്റ്. നീ എന്താ ഇങ്ങനെ? അവൾ വല്ലായ്മയോടെ എന്നാൽ നാണത്തോടെ ചോദിച്ചു പോയി. ഞാൻ പിന്നെ എന്ത് വേണം? നിന്നെ ഞാൻ കണ്ടിട്ട് തൊട്ടിട്ട് അറിഞ്ഞിട്ട് 2-3 ദിവസമായി. ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു ബേബി. അതിൽ ഞാനിങ്ങനെ. അവൻ പറഞ്ഞത് കേൾക്കി അവളൊന്ന് ചിരിച്ചു. ഐ ടു മിസ് യു ബേബി. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ്? അജുവിന് ഇനിയൊരു സംശയത്തിന് ഇട കൊടുക്കരുത് എന്ന് കരുതിയാണ് ഞാൻ നിന്നോട് ഫ്ലാറ്റിലേക്ക് വരണ്ട എന്ന് പറഞ്ഞത്. ശില്പ നിരാശയോടെ പറഞ്ഞു. നിനക്ക് എൻ്റെ ഫ്ലാറ്റിലേക്കും വരാം, അവൻ പറഞ്ഞു. ഞാൻ വരാം അക്ഷയ്, അവൾ പറഞ്ഞുകൊണ്ടൊന്ന് ചിരിച്ചു. ആ അക്ഷയ്, ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ്, ശില്പ ഗൗരവത്തിൽ പറഞ്ഞു. എന്താ ബേബി? അക്ഷയ് ചോദിച്ചതും അജുവിൻ്റെ സ്വഭാവവും അവൻ്റെ അല്പം മുൻപേ ഉള്ള സംസാരമൊക്കെ അവൾ അവനോട് പറഞ്ഞു. അവൻ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിട്ടുണ്ടാകില്ലേ അക്ഷയ്? ശില്പ ടെൻഷനോടെ ചോദിച്ചു. അർജുൻ്റെ സ്വഭാവം വെട്ടെന്ന മുറി രണ്ടെന്ന പോലെയല്ലേ? അവന് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും അവൻ പറയുകയും ചെയ്യും. അങ്ങനെയുള്ള അവൻ നീ പറഞ്ഞത് വിശ്വസിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിനക്കിട്ട് 4 കിട്ടുക മാത്രമല്ല, വേണ്ടി വന്നാൽ അവൻ നിന്നെ കൊല്ലാൻ കൂടി മടിക്കുകയല്ലായിരുന്നു. അക്ഷയ് പറഞ്ഞതും ശില്പയും ഒന്ന് ആലോചിച്ചു. ചെറിയൊരു തെറ്റ് പോലും അർജുൻ സഹിക്കില്ല. അവൻ എപ്പോഴും അവൻ്റേതായ ശരികളുണ്ട്. അതിന് വിപരീതമായി ആരെന്ത് പറഞ്ഞാലും ചെയ്താലും അർജുന് വല്ലാത്ത ദേഷ്യമാണ്. അവൻ്റെ അടുത്ത സുഹൃത്തുക്കളായ യദുവിനും റിയാസിനും പോലും അവൻ്റെ അസ്വഭാവത്തിൽ നിന്ന് രക്ഷയില്ല എന്നത് അറിയാം.
അപ്പോൾ അജുവിനെ ഞാൻ ചതിച്ചു എന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവൻ ഉറപ്പായും അക്ഷയ് പറഞ്ഞതുപോലെ തന്നെ കൊല്ലാൻ കൂടി മടിക്കില്ലായിരുന്നു എന്ന് അവൾക്ക് തോന്നി. നീ പറഞ്ഞത് ശരിയാ, ശില്പ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിലും നീ അവനെ ഒന്ന് സൂക്ഷിച്ചേക്ക്. അല്ല, അവൻ്റെ കാര്യത്തിൽ എന്തോ നഗപ്പാട് കണ്ടെന്ന് നീ പറഞ്ഞിരുന്നില്ലേ? അവൻ സംശയത്തോടെ ചോദിച്ചു. കണ്ടു. പോരാത്തതിന് അവൻ്റെ ചുണ്ടൊക്കെ ആകെ ചുമന്ന് തുടുത്തിരുന്നു. അവൾ സ്ക്രീനിൽ കണ്ട അർജുൻ്റെ മുഖം ഓർത്തുകൊണ്ട് പറഞ്ഞു. നീ ചെയ്യുന്നത് പോലെ അവൻ സൈഡിൽ കൂടി വേറെ വല്ലവന്മാരുടെയും കൂടെ നടക്കുന്നുണ്ടോ? അക്ഷയ് പെട്ടെന്ന് ചോദിക്കുന്നത് കേട്ട് ശില്പയുടെ നെഞ്ചിൽ വെള്ളടി വെട്ടി. ഏയ് അക്ഷയ്, നീ എന്തൊക്കെയാ ചോദിക്കുന്നത്? അവൻ എൻ്റെ അജു, അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല, ശില്പ ഉറപ്പോടെ പറഞ്ഞു. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, അവൻ പറഞ്ഞു. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ശില്പ വേഗം ഫോൺ കട്ട് ചെയ്തു. അവളുടെ ഉള്ളിൽ അക്ഷയുടെ ചോദ്യം വീണ്ടും മുഴങ്ങി. ഏയ്, അജു അങ്ങനെ ഒരാളല്ല, അവൾ പറഞ്ഞുകൊണ്ട് ദീർഘം നിശ്വസിച്ചു. ഇതേ സമയം ഫോണിലേക്ക് നോക്കിയൊന്ന് സംശയത്തോടെ നിന്നിട്ട് പിന്നെ അക്ഷയ് അത് മാറ്റി അടുത്ത് കിടക്കുന്നവളെ ആകെ ഒന്നൊഴിഞ്ഞു. ടോണി, ഇന്ന് രാവിലെ ഇവിടെ നിന്ന് പോയപ്പോൾ മുതലുള്ള ഓരോരോ കാര്യങ്ങളായി എനിക്കറിയണം, അർജുൻ മുന്നിൽ നിൽക്കുന്ന ടോണിയെ നോക്കി പറഞ്ഞു. അവൻ ഗാർഡൻ ഏരിയയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ടോണി അവനോട് ഓരോരോ കാര്യങ്ങളായി പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും അർജുൻ ടോണിയെ രൂക്ഷമായി ഒന്ന് നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളെ തനി എവിടേക്കും വിട്ടരുതെന്ന്? അർജുൻ രൂക്ഷമായി തന്നെ ചോദിച്ചു. അത് സാർ, ടോണി ഒന്ന് പരിങ്ങി. അവൾ ഇവിടുന്ന് എങ്ങനെ പോകുന്നു അങ്ങനെ തന്നെ അവളെ മടക്കിക്കൊണ്ട് വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? എന്നിട്ട് വന്നപ്പോൾ അങ്ങനെയായിരുന്നോ? അർജുൻ പല്ലെറിഞ്ഞു. ആ കുട്ടിയുടെ ബന്ധുവീടല്ലേ സാർ? ഞാൻ പെട്ടെന്ന് ആ കുട്ടിയുടെ കൂടെ കയറി ചെല്ലുമ്പോൾ അവർ 100 ചോദ്യം ചോദിക്കും. ഞാൻ ആരാ എന്താ എന്നൊക്കെ ചോദിക്കും. അവളത് പറഞ്ഞപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഭദ്രയുടെ ഒപ്പം ഞാൻ പോകാതെ ഇരുന്നത്. എങ്കിലും ഭദ്രയെ കാണുന്ന പോലെയാ ഞാൻ മാറി നിന്നിട്ടുള്ളൂ. പക്ഷേ അവളെ അടിച്ചത് അതെനിക്ക് എതിർക്കാനാകില്ലല്ലോ സാർ, ഭദ്രയുടെ ബന്ധുക്കളല്ലേ? ടോണി പറഞ്ഞതും അർജുൻ മുഷ്ടി ചുരുട്ടി. പിന്നെ അവനൊന്നും പറയാതെ ടോണിയെ നോക്കി. അവളുടെ മാമി എന്ന് പറയുന്ന സ്ത്രീ വളരെ മോശമായിട്ട് അവളോട് പറഞ്ഞത്. അതവൾ മോശമായതുകൊണ്ട് തന്നെയാണ്. പെട്ടെന്ന് അർജുൻ ടോണിയെ നോക്കി പറഞ്ഞു. പിന്നെ എന്തിനാ സാർ അവളെപ്പോലെ ഒരുത്തിയെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്? പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ സാറിൻ്റെ പേരിന് മോശമാണ്. ടോണി പെട്ടെന്ന് മനസ്സിൽ തോന്നിയ കാര്യം ചോദിച്ചു. അതിന് അർജുൻ്റെ കയ്യിൽ മറുപടിയില്ലായിരുന്നു. എന്തിനാണ് ഭദ്രയെ തൻ്റെ ജീവിതത്തിൽ പിടിച്ചു ഇരിക്കുന്നതെന്ന് അവനും അറിയില്ലായിരുന്നു. അവൾ തൻ്റെ കൺമുന്നിൽ വേണമെന്ന് എന്തുകൊണ്ടോ ഉള്ളിലൊരു വാശിയുള്ളത് അവൻ മനസ്സിലാക്കി. സോറി സാർ, പെട്ടെന്ന് ചോദിച്ചു പോയതാ, ടോണി പെട്ടെന്ന് അബദ്ധം പറ്റിയതുപോലെ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, താൻ ബാക്കി പറയ്. ഭദ്രയുടെ അനീതിയെ ഏത് സ്കൂളിലാണ് ചേർത്തിരിക്കുന്നത്? അർജുൻ ടോണിയെ നോക്കി ചോദിച്ചു. ഇവിടെ ചേർത്തിലുള്ള ക്രൈസ്റ്റ് സ്കൂളിലാണ് സാർ. സ്കൂളിൽ തന്നെ ഹോസ്റ്റലുണ്ട്, അവിടെയാണ് സ്റ്റേ. ആ കുട്ടിക്ക് ഭദ്രയോടൊപ്പം വരണമെന്നായിരുന്നു, പക്ഷെ ഭദ്ര സമ്മതിച്ചില്ല. അതിന് ദേഷ്യത്തിൽ ആ കുട്ടി ഭദ്രയോട് അധികമൊന്നും മിണ്ടാതെയാണ് പോയത്. ഹോസ്റ്റലിൽ വിടുന്നതിന് മുൻപ് ആ കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി നൽകി. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തു. സാർ ഭദ്രയെ എപ്പോഴും പുറത്തേക്ക് വിടില്ല എന്ന് തോന്നിയതുകൊണ്ട്. ടോണി പറഞ്ഞത് കേട്ട് അർജുൻ തലയനക്കി. പിന്നെ സ്കൂളിൽ ചേർക്കാൻ നേരം ഞാനും ഭദ്രയ്ക്കൊപ്പം പോയിരുന്നു. ഞാൻ അവരുടെ ആരാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഹസ്ബൻഡാണെന്നാണ് പറഞ്ഞത്. ടോണി പറഞ്ഞത് കേട്ട് നിമിഷം നേരം കൊണ്ട് അർജുൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ ടോണിയെ നോക്കി. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? നിനക്ക് അവരുടെ ബ്രദറെന്നോ ഫ്രണ്ടെന്നോ പറഞ്ഞുകൂടായിരുന്നോ? അർജുൻ ദേഷ്യത്തോടെ ചോദിച്ചു. ബ്രദർ എന്നൊക്കെ പറഞ്ഞാൽ ഭദ്രയുടെ അനിയത്തിക്ക് അഡ്മിഷൻ എടുക്കാൻ നേരം ഞാൻ സൈനൊക്കെ ചെയ്യേണ്ടി വരും. എൻ്റെ ഡീറ്റെയിൽസ് വല്ലതും ചോദിച്ചാൽ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്, ടോണി പതിയെ പറഞ്ഞു. അർജുൻ അവനിൽ നിന്ന് തിരിഞ്ഞു നിന്നു. ടോണി പൊക്കോളൂ, അർജുൻ പറഞ്ഞതും ടോണി മറുത്തൊന്നും പറയാതെ അവിടെ നിന്ന് പോയി. അന്ന് ഡോക്ടർ വന്നപ്പോഴും ടോണി ഭദ്രയെ ഭാര്യ എന്ന ലേബലിലാണ് പരിചയപ്പെടുത്തിയത് എന്ന് അർജുൻ ഓർത്തു. എന്തുകൊണ്ടോ അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായി. ഏറെ വൈകിയാണ് അർജുൻ ഉറങ്ങിയത്. അവൻ്റെ മനസ്സ് ശില്പയിലും ഭദ്രയിലുമായി അലിയുന്നതിനൊപ്പം സ്വന്തം തീരുമാനങ്ങളെയും പ്രവൃത്തികളെയും ഒക്കെ അവൻ്റെ മനസ്സ് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. രാവിലെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് ഈർഷ്യയുടെ തലയണ കൊണ്ട് മുഖം പൊത്തി അവൻ തിരിഞ്ഞു കിടന്നു. വീണ്ടും ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും അവൻ പല്ലെറിഞ്ഞുകൊണ്ട് കൈ എത്തിച്ച് ഫോൺ എടുത്ത് ആരാ എന്ന് പോലും നോക്കാതെ ചെവിയിലേക്ക് വെച്ചു. ഹലോ, അവൻ ഉറക്കച്ചടപോടെ പറഞ്ഞു. എന്നാൽ മറു സൈഡിൽ നിന്ന് കേട്ട വാർത്തയിൽ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ഒപ്പം ബെഡിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയും ചെയ്തു. അവൻ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റി മറ്റൊരു വസ്ത്രം ധരിച്ച് ഫോണും ചാർജറും ലാപ്പും എടുത്ത് റൂമിൽ നിന്നിറങ്ങി. അവൻ താഴേക്ക് വരുമ്പോൾ രാജി ഹാളിലായി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെയാണ് ടോണിയും അവിടേക്ക് വന്നത്. ടോണി, എൻ്റെ മാനേജർ വിളിക്ക്, ഒപ്പം എനിക്ക് പോകാനായി എൻ്റെ പ്രൈവറ്റ് ജെറ്റ് സെറ്റ് ചെയ്യുക കൂടി ചെയ്യും. അർജുൻ ടോണിയെ നോക്കി നിർദ്ദേശം നൽകിയതും പെട്ടെന്ന് തന്നെ ടോണി ഫോണുമായി പുറത്തേക്ക് നടന്നു. നിങ്ങൾ രണ്ടും വീട് ക്ലീൻ ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിക്കോളൂ. അർജുൻ രാജിയെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് പാഞ്ഞു. അവൻ ആ നിമിഷം ഭദ്ര ആ വീട്ടിലുണ്ടെന്നത് ഓർത്തിരുന്നില്ല.